ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് കബാബിൻ്റെ റെസിപ്പിയാണിത്. ഈ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കാടമുട്ടയാണ് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്നത്. കോഴിമുട്ടയാണ് എടുക്കുന്നതെങ്കിൽ പകുതിയായിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ കട്ട് ചെയ്ത് വെക്കുക. 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കറി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ കറി പേസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഈ കറി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ഇതിന് പാകമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്താലും മതി. അതിൻ്റെ അളവുകൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അത് നിങ്ങൾ ബീഫ് ഫ്രൈ ചെയ്യാനൊക്കെ പുരട്ടുന്ന ആ മസാല പുരട്ടിയാൽ മതി. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, കറി പേസ്റ്റിൽ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. കറി പേസ്റ്റ് ഉപയോഗിക്കാത്തവർക്ക് ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. കറി പേസ്റ്റും ഗരം മസാലയും കൂടെ പുരട്ടിയ ബീഫ് കുക്കറിലാക്കി 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇങ്ങനെ വേവിച്ചെടുത്ത ബീഫ് വെള്ളമില്ലാതെ മിക്സിയിൽ ഒന്ന് അരഞ്ഞ പോലെ എടുത്തതാണ്. അരയുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണ്ട, എന്നാൽ കട്ട്ലറ്റിന് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അരയണം. കഷ്ണങ്ങളായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടുന്ന ബാക്കി ചേരുവകൾ നോക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. കുറച്ച് മല്ലിയിലയും കൂടി വേണം. ഇനി ഒരു ചോപ്പർ എടുത്ത് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മാക്സിമം ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഇത് 1/2 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. നിങ്ങൾക്കൊരു 400 മുതൽ 500 ഗ്രാം വരെ എടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല. എങ്കിലും 300 ഗ്രാമിലും കുറവ് എടുക്കണ്ട. ഇനി ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കഷ്ണങ്ങളൊട്ടും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കുക. ഒരു നാരങ്ങയുടെ നീരും കൂടി വേണം. പൊടികളായിട്ട് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്ലൈസ് ബ്രെഡ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. റസ്ക് പൊടിച്ചെടുക്കുന്നതിന് നല്ലത് ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ ആ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വേണ്ടുന്ന ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ബീഫിൽ ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒന്ന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീര് ചേർക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ചുടച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് കബാബിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇറച്ചിയുടെ മിക്സ് നമുക്ക് കുറച്ചെടുത്ത് കയ്യിലോട്ട് ഒന്ന് പരത്തിയ പോലെ വെച്ചിട്ട് അതിലോട്ട് ഒരു മുട്ട എടുത്ത് നടുക്ക് വയ്ക്കുക. എന്നിട്ട് ആ മുട്ട കവർ ചെയ്യുന്ന രീതിയിൽ ഉരുട്ടി നമുക്ക് എടുക്കുക. കട്ട്ലറ്റിന് ഉരുട്ടുന്ന പോലെ പരത്തി ഉരുട്ടണ്ട, ഒരു ഉരുണ്ട് തന്നെ ഇരിക്കണം. കാരണം മുട്ട ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാടമുട്ടയാണെങ്കിൽ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ല ഷേപ്പിൽ ചെറിയ കബാബായിട്ട് കിട്ടും. കോഴിമുട്ടയാണ് എടുക്കുന്നതെങ്കിൽ പുഴുങ്ങിയതിന് ശേഷം 2ആയിട്ടോ 4ആയിട്ടോ നീളത്തിൽ മുറിച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. 4ആയിട്ട് മുറിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്കിൽ മാത്രമേ ചെറിയ കബാബായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി സൈസ് കൂടിപ്പോവും. ഇങ്ങനെ നമുക്ക് എല്ലാ കാടമുട്ടയും ഇറച്ചിയുടെ കൂട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെക്കണം. അതൊരു പ്ലേറ്റിലോട്ടാക്കി സൈഡിൽ വെക്കുക. ഇങ്ങനെ എല്ലാ മുട്ടകളും ഇറച്ചിയുടെ കൂട്ട് പൊതിഞ്ഞ് ഉരുട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. 2 മുട്ട എടുത്ത് ഒന്ന് നല്ലപോലെ അടിച്ച് വെക്കുക. ആദ്യം നിങ്ങൾക്ക് ഒരു മുട്ട എടുത്ത് അടിച്ചിട്ട്
തികഞ്ഞില്ലെങ്കിൽ മാത്രം അടുത്ത മുട്ടയും കൂടെ എടുത്താൽ മതി. ഞാൻ ഇവിടെ 2 ഒന്നിച്ചെടുത്തേ ഉള്ളൂ. പലരും കട്ട്ലറ്റ് പോലത്തെയൊക്കെ ഇങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഉരുട്ടി ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്. മുട്ടയിൽ മുക്കി അതേ കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഉരുട്ടാൻ നോക്കും. അപ്പം മുട്ടയിൽ മുക്കിയ ആ കയ്യിൽ ബ്രെഡ് ക്രംസ് ഒക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുന്നത് കാണാം. അതിലും നല്ലത് റൈറ്റ് ഹാൻഡ് കൊണ്ട് മുട്ടയിൽ കബാബ് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് അത് ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് ബ്രെഡ് ക്രംസ് കബാബിൽ പൊതിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഒരു ഹാൻഡ് വെറ്റും മറ്റേത് ഡ്രൈയുമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അറിയാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നിട്ടുള്ളതാണിത്. ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ പൊതിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കബാബാണിത്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണിത്. ഇതിന് അടിവശം കുഴിഞ്ഞിട്ടുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് നല്ലപോലെ എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കബാബിൽ എണ്ണ പൊതിഞ്ഞിരുന്നോളും. ആ രീതിയിൽ പൊരിച്ചെടുക്കുക. കട്ട്ലറ്റൊക്കെ ആണെങ്കിൽ പരന്നതായതുകൊണ്ട് കുറച്ച് പരന്ന പാത്രത്തിൽ പൊരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇത് ഇത്തിരി കുഴിയുള്ള പാത്രത്തിലിട്ട് നല്ലതുപോലെ ബ്രൗൺ കളറിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് പൊരിച്ചു പോരുക. നല്ല ബ്രൗൺ കളറിലുള്ള കബാബ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്